കേരളോത്സവത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയ വിഷയം ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടെന്നാരോപിച്ച മണിയൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDYF റവല്യൂഷണറി യൂത്ത് മണിയൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസ് മാർച്ചിന് പിന്നാലെ സെക്രട്ടറിയെ കാണണമെന്നാവശ്യപ്പെട്ട നേതാക്കളെ പോലീസ് തടഞ്ഞത് ഉന്തും തള്ളിനും ഇടയാക്കി. ശേഷം 5 നേതാക്കളെ പോലീസ് പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ അനുവദിച്ചു. ഈ കുട്ടിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട മണ്ഡൽ പഞ്ചായത്ത് ഭരണാധികാരിയും ഉദ്യോഗസ്ഥകൾ ഈ പഞ്ചായത്തിൻ്റെ മേലധികാരി എന്നുള്ള നിലയ്ക്ക് ഇങ്ങോട്ട് ചെയ്തത് അങ്ങേയറ്റത്തെ കുറ്റമാണ്. ആ കുറ്റത്തിൽ ഇതിൻ്റെ കൂട്ടു നിന്ന ആളുകളാണ് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൻ്റെ നിയമം ആക്ട് എന്താണോ അത് പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ നാൾ നിങ്ങൾ മുന്നിലേക്ക് വന്നത്. ഇതിൻ്റെ നിയമ നടപടികളുമായിട്ട് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോയില്ല എങ്കിൽ ഞാൻ നിയമ നടപടികൾ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇവിടുത്തെ CCTV പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് പല സമയങ്ങളിലും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. പരാതി ഞാൻ പറഞ്ഞതല്ല. പണ്ടത്തെ ഗ്രാമസഭയിൽ ഇവിടെ പഞ്ചായത്ത് രാഷ്ട്രീയക്കാരുടെ നിലപാട് നമുക്ക് നോക്കാം. പക്ഷെ ഉദ്യോഗസ്ഥ നിലക്ക് സാറ് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അത് സാറ് ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ വീഴ്ചയല്ല, അത് ഗുരുതരമായ കുറ്റകൃത്യം. ഒരു 16 വയസ്സുകാരിക്ക് തന്നെയാണ് ഈ പ്രയാസം വന്നിട്ടുള്ളത്. ആ കുട്ടിയാണ് പറയുന്നത്. ആ കുട്ടി സ്റ്റേണായിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇന്ന് പൊതുസമൂഹം. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മധ്യസ്ഥം ശ്രമിക്കുക. ആ വീഡിയോ ഫുട്ടേജ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ വീഡിയോ ഫുട്ടേജ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയം ഇത്രയും ഗൗരവമുള്ള കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പോലീസ് ഇൻഫോം ചെയ്യില്ല? സാറ് ആ സമയത്ത് പ്രസ്തുത സമയത്ത് സാറില്ല എങ്കിൽ ഓക്കെ. പക്ഷേ സാർ അത് കഴിഞ്ഞ് അല്ലെ പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് വരുമ്പോ തലേ ദിവസം ഓഫീസിലേക്ക് നടന്നില്ല സാർ കൃത്യമായിട്ട് അറിയാൻ പറ്റും. സാർ അറിയാം.
ബഹുമാനത്തോടെ വളരെ ബഹുമാനത്തോടെ ആ ബഹുമാനത്തോടെ പറയാൻ പറ്റില്ല. സാർ എന്തെങ്കിലും അറിയുന്ന പറയുന്നു. ആ പരിപാടി നടക്കുന്ന സമയത്ത് സെക്രട്ടറി ഇവിടെ ഇല്ല എങ്കിൽ ഈ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പരിപാടിയുടെ ചാർജ് കൊടുത്ത ഉദ്യോഗസ്ഥൻ ഈ സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥനല്ലേ? അയാൾ ഇവിടുത്തെ മേൽ ഉദ്യോഗസ്ഥൻ നിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ വിളിച്ചറിയിക്കേണ്ട ആ ഉദ്യോഗസ്ഥന് നടപടി എടുക്കണം. നടപടി എടുത്തേ പറ്റി. വളരെ ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനമാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ സംഭവം നടന്നത് തന്നെ അദ്ദേഹം അറിയില്ല. അദ്ദേഹത്തോട് ജനപ്രതിനിധികളായ ഞങ്ങൾ പോലും ചോദിച്ചപ്പോൾ ആർക്കാണ് ചുമതല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ 15 വർഷം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ്. 15 വർഷം പോയിട്ട് 1.5 മാസത്തെ വിവരം പോലും ഇല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് തന്നത്. കാരണം പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഒരു ജനപ്രതിനിധിക്ക് ഏത് സമയത്തും പഞ്ചായത്തിൽ ഓഫീസിൽ കയറി ആർക്കാണ് ചുമതല, ഏത് തരത്തിലാണെന്നൊക്കെ പറയുന്ന കൃത്യമായിട്ട് നിയമവും ചട്ടമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് ഞങ്ങൾ മുഴുവൻ അദ്ദേഹത്തോട് ചോദിച്ചത്. പിന്നെ രണ്ടാമത് ഈ പറയുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പറയുന്ന മൊഴിയിൽ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾ നിൽക്കുന്ന ഈ പഞ്ചായത്ത് ഓഫീസാണ്. അപ്പൊ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം CPM നാവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ CPM നാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മാത്രമല്ല, ഞങ്ങൾക്ക് പോലീസിനോട് പറയാനുള്ളത് CCTV ദൃശ്യം എത്രയും പെട്ടെന്ന് സീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സാധനം CPM ഈ പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറിയും കൂടി നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഈ കേസിൽ ഉണ്ടായാൽ അത് പോലീസിനെതിരെയുള്ള ശക്തമായ നിയമ നടപടികൾക്ക് UDF ആലോചിക്കേണ്ടി വരും. അത് മാത്രമല്ല, പഞ്ചായത്ത് സെക്രട്ടറി ഇതേപോലത്തെ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്ക് UDF നേതൃത്വം കൊടുക്കേണ്ടി വരും. ആ തരത്തിലേക്ക് പഞ്ചായത്ത് സെക്രട്ടറി പോവുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറി ഈ സമയം വരെ ഇത്രയും ഗൗരവകരമായ അദ്ദേഹത്തിന്റെ വീട്ടിലും പെൺകുട്ടികളൊക്കെ ഉണ്ട്. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു പീഡനം നടന്നു എന്ന് അറിഞ്ഞിട്ട് ഈ സമയം വരെ അദ്ദേഹം ഒരു പരാതി പോലും ഒരു സ്റ്റേഷനിലോ അദ്ദേഹത്തിന്റെ മേലധികാരികൾക്കോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ചട്ടവും റൂളും പഞ്ചായത്ത് രാജ് തന്നെ ആക്ടിലുണ്ട്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലിംഗ വ്യത്യാസമില്ലാതെ, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ജാതി മത വ്യത്യാസമില്ലാതെ, പ്രദേശം വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു വിഷയം വന്നാൽ, പ്രത്യേകിച്ച് ക്രിമിനൽ കേസ് വന്നാൽ അത് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കേണ്ട ചുമതല സെക്രട്ടറിക്കുണ്ട്. അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. അപ്പൊ സ്വാഭാവികം അത് ലംഘിച്ചു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ്, അദ്ദേഹത്തിന് അയോഗ്യനാക്കാം. അപ്പൊ അദ്ദേഹത്തിന് അയോഗ്യനാക്കേണ്ട നടപടി UDF നേതാക്കന്മാർ ആലോചിച്ച് ഓംബുഡ്സ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്ത് നിയമ നടപടികൾ ശക്തമായി മുന്നോട്ട് പോകും. ബാക്കിയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും UDF ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് സംസാരിക്കും. നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഖേദകരമായ ഒരു സംഭവമാണ്. കാരണം കേരളോത്സവം നടക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. കേരളോത്സവം നടക്കുന്നത് മണിയൂർ പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ വീട് എന്നറിയപ്പെടുന്ന പഞ്ചായത്ത് ഓഫീസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പം പഞ്ചായത്തിലേക്ക് വരുന്ന ഒരാൾക്ക് സ്വസ്ഥത, എന്താ പറയുക, മനസമാധാനത്തോടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ആ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ ആണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അതിനുശേഷം 16 വയസ്സ് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരു പാർട്ടിയുടെ ആളായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉള്ളത്. ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂമിൽ നിന്ന് ഇതിനെ മധ്യസ്ഥം പറഞ്ഞ് പുറത്തിറക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മണിയൂർ പഞ്ചായത്ത് മാറിയെന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾക്ക് എവിടെയാണ് സുരക്ഷയുള്ളത്? അപ്പോൾ ഇതിന് ഇപ്പോൾ ഞങ്ങൾ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം തുൽക്കി വിട്ടുപോയി. പഞ്ചായത്ത് സെക്രട്ടറി, നമുക്കറിയാം, ഞാനൊരു 3ാമത്തെ ടേം മെമ്പറായ ഒരാളാണ്. അപ്പോൾ ഒരു കേരളോത്സവം പോലുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ അതിനൊരു ഉദ്യോഗസ്ഥന് ചാർജ് കൊടുക്കും.
ആ ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് പോലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നിപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇത്രയും സമയമായിട്ട് കൃത്യമായി അറിഞ്ഞില്ല എന്നാണ് ഇപ്പം ഞങ്ങൾ 5 പേര് സെക്രട്ടറിനെ കാണാൻ പോയപ്പോൾ സാധിച്ചത്. ഈ ആളെ ആരാണോ അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ സമര പരിപാടിയുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഈ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള, ഇങ്ങനെ ചെയ്ത ആളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇനിയൊരു കേരളോത്സവത്തിന് ഇനിയൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള തീരുമാനത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകും. Sometimes nature motivates me. Even more when I feel like a celebrity. But the real motivation is here. White Ray Lights and Interior. www.whiteraylights.com. Vadakara, Karimbanapallam.